നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസം കഴിയും തോറും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുറത്തുവരുന്നത്. ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയ്ക്കായി കിലോ കണക്കിന് സ്വർണം കാണിക്കയായി ലഭിച്ചെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം താഴികക്കുടങ്ങൾ പൊതിയാൻ സ്വർണം അനുവദിച്ചില്ലെന്നും കുറുപ്പിന്റെ റിപ്പോർട്ടിൽ പരാതി പറയുന്നുണ്ട്. അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. സുരേഷ് ഗോപി, മോഹൻലാൽ, രഞ്ജി പണിക്കർ, രജപുത്ര രഞ്ജിത്ത് അടക്കമുള്ള താരങ്ങളും വ്യവസായികളും ഭക്തരും സ്വർണം നൽകി. ഇവ വാജിവാഹനത്തിനും അഷ്ടദിക്പാലക പ്രതിമയ്ക്കും ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2018 ജൂലൈ 6 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കണക്കുകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി അന്നത്തെ അഭിഭാഷക കമ്മീഷണറായിരുന്ന ASP കുറുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ SITയും റിപ്പോർട്ട് നൽകിയിരുന്നു. കൊടിമര പ്രതിഷ്ഠയിലെ സ്വർണത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഭക്തർ നൽകിയ പല സ്വർണ്ണ കണക്കുകളും റെക്കോർഡിലില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. 2018 നൽകിയ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് സാധൂകരിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന. കിലോ കണക്കിന് സ്വർണം ഭക്തർ സംഭാവനയായി നൽകിയെന്നാണ് കുറുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് എത്ര കിലോ ആണെന്നത് വ്യക്തമല്ല. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടിമര പ്രതിഷ്ഠയ്ക്ക് പുറമെ 6 താഴികക്കുടങ്ങളും സ്വർണം പൂശണമെന്ന് നിലപാട് കുറിപ്പെടുത്തിയിരുന്നു. ഇതിനായി ദേവസ്വം ബോർഡിനോട് 600 ഗ്രാം സ്വർണം ആവശ്യപ്പെട്ടു. എന്നാൽ അത് നൽകാൻ വിമുഖത കാണിച്ചു. പിന്നീട് നിർബന്ധം പിടിച്ചപ്പോൾ നൽകാൻ തയ്യാറായി. വീണ്ടും 200 ഗ്രാം സ്വർണം കൂടി ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തടസ്സം നിന്നു. ഒടുവിൽ കർക്കശമായ നിലപാട് താൻ സ്വീകരിച്ചു. മറ്റു വഴികളിലൂടെ ജ്വല്ലറികളിൽ നിന്നടക്കം സ്വർണം സ്വരൂപിച്ചെന്നും കുറിപ്പ് റിപ്പോർട്ടിൽ പറയുന്നു. 27 പേര് നൽകിയ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. രസീത് നൽകിയിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും നേരിട്ട് കണ്ട് എത്രത്തോളം സ്വർണം നൽകിയെന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ വ്യക്തതയില്ലെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. സംസ്ഥാന വിജിലൻസിനാണ് അന്വേഷണ ചുമതല. ശബരിമലയിൽ 1970 സ്ഥാപിച്ച സ്വർണ്ണ കൊടിമരം മാറ്റാൻ നിമിത്തമായത് 2011 നടന്ന ആസൂത്രിതമായ ചായം പൂശൽ തട്ടിപ്പായിരുന്നെന്നും വ്യക്തം. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജൻ എന്നിവർ ദേവസ്വം ബോർഡിന്റെയോ തന്ത്രിയുടെയോ അനുമതിയില്ലാതെ സ്വന്തം നിലയിൽ സ്വർണ്ണ കൊടിമരത്തിന്റെ പീഠത്തിലും അഷ്ടദിക്പാലക രൂപങ്ങളിലും ചായം പൂശുകയായിരുന്നു. ഇതിനായി തമിഴ്നാട്ടിലെ ഒരു വസ്തു വ്യാപാരിയാണ് ഇവർ സ്പോൺസറായി കണ്ടെത്തിയത്. കുമാരൻ സിൽക്സിന്റെ ജീവനക്കാരായിരുന്നു എല്ലാം ചെയ്തത്. അന്ന് CPM നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡാണ് ഭരിച്ചിരുന്നത്. ഈ നടപടി കൊടിമരത്തിന്റെ ചൈതന്യ ലോഭത്തിന് കാരണമായെന്നും തന്ത്രിമാരായ കണ്ഠര് രാജീവരും അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സ്പോൺസർമാരെ ഉപയോഗിച്ച് നടത്തിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ല. പിന്നീട് 2014 നടന്ന ദേവപ്രശ്നത്തിലെ നിർദ്ദേശപ്രകാരമാണ് പുതിയ കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനായി ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി 3.21 കോടി രൂപ നൽകുകയും കൊച്ചി കസ്റ്റംസിൽ നിന്ന് 9 കിലോയിലധികം തങ്കം വാങ്ങുകയും ചെയ്തിരുന്നു. 2017 ജൂൺ 25 പ്രതിഷ്ഠ. എന്നാൽ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന 11 കിലോ തൂക്കം വരുന്ന സ്വർണം പൊതിഞ്ഞ വാജി വാഹനം, അതായത് കൊടിമരത്തിന് മുകളിലെ പക്ഷിരൂപം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിന് പകരം ഉന്നതർ കൈക്കലാക്കിയെന്നാണ് കണ്ടെത്തൽ. ഈ വാജി വാഹനമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടും തന്ത്രിയുടെ പരാതിയും അവഗണിച്ച് ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്ത അന്നത്തെ ദേവസ്വത്തിലെ പ്രമുഖരും അയ്മനം രാജൻ എന്ന ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധവും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ പഴയ ഗൂഢാലോചനകൾ നിർണായക തെളിവുകളായി മാറും. 1970 സ്ഥാപിച്ച സ്വർണ്ണ കൊടിമരത്തിന്റെ ചുവട്ടിലെ പഞ്ചവർഗ തറയിലും പീഠത്തിലും അഷ്ടദിക്പാലക പ്രതിഷ്ഠകളിലും 2011 ഡിസംബറിൽ സ്വർണം പൂശുകയായിരുന്നു. അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ് കുമാറിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജന്റെയും നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തൽ.
ഇതിനായി അവർ തമിഴ്നാട്ടിലെ ഒരു വസ്തു വ്യാപാരിയെ സ്പോൺസറായി കണ്ടെത്തി. ദേവസ്വം ബോർഡിന്റെയോ തന്ത്രിയുടെയോ അനുമതി വാങ്ങാതെ സ്വന്തം നിലയിൽ എല്ലാം ചെയ്യുകയായിരുന്നു. 2012 ഏപ്രിൽ 4 ഈ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് വെച്ച് ഒറ്റത്താല പ്രശ്നവും നടത്തി. ഇതിനെല്ലാം അന്ന് ദേവസ്വത്തിലെ പ്രധാനിയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു. അയ്മന രാജൻ എന്നറിയപ്പെടുന്ന രാജന് ഈ വ്യക്തിയിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ കൊടിമരത്തിൽ ചായം പൂശിയത് ചൈതന്യ ലോഭത്തിനും ദൈവാനുഗ്രഹക്കുറവിനും കാരണമായെന്നും തന്ത്രിമാരായ കണ്ഠര് മഹേഷിനും കണ്ഠര് രാജീവരും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും റിപ്പോർട്ട് നൽകി. ചായം പൂശിയ സംഭവം ശബരിമല സന്ദർശിച്ച തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡുകളുടെ ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിലും പെട്ടു. അദ്ദേഹം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി. സ്പോൺസർ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ല. പിന്നീട് 2014 ജൂൺ 18 ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പടിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടന്നു. കൊടിമരത്തിൽ ചായം പൂശിയതും ജീർണതയും ദോഷമാണെന്ന പ്രശ്നത്തിൽ കണ്ടു. സ്വർണ്ണക്കൊടിമരം പുതിയത് സ്ഥാപിക്കാനും നിർദ്ദേശിച്ചു. UDF സർക്കാർ നിയോഗിച്ച MP ഗോവിന്ദൻ നായരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. സ്വർണ്ണക്കൊടിമരത്തിനായി 9.161 കിലോ തങ്കം കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ നിന്ന് SBI കൊച്ചം വില്ലിംഗ്ടൺ ശാഖ വഴി ദേവസ്വം ബോർഡ് വാങ്ങി. കൊടിമര നിർമ്മാണത്തിനായി 3.21 കോടി രൂപ ഹൈദരാബാദ് ആസ്ഥാനമായ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നൽകി. 2017 ജൂൺ 25 കൊടിമര പ്രതിഷ്ഠ. പഴയ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന പഞ്ചലോഹത്തിൽ നിർമ്മിച്ച് തങ്കം പൊതിഞ്ഞ 11 കിലോ തൂക്കമുള്ള വാജിവാഹനം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ തന്ത്രി രാജീവർക്ക് കൈമാറി. ഈ വാജിവാഹനമാണ് SIT അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും സ്വർണ്ണക്കൊള്ളയിൽ വളരെ നിർണായകമായിട്ടുള്ള ഗൂഢാലോചന പലപ്പോഴായി നടന്നിട്ടുണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്.